ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തു. യെസ് സാർ. ദിനേശ്, ആ ചേട്ടനാ, വരൂ. തനിക്കൊരു കോളും കൊണ്ട് വന്ന ഞാൻ. എന്താ? മധ്യരാജാവ് MC പടയത്തിന് അറിയോ? ഇല്ല. എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ. പുള്ളിക്കാരന് കുറച്ചു നാളായിട്ട് ശരീരത്തിന് നല്ല സുഖമില്ല. അപ്പോ ഒരു 2-3 മാസം ഇവിടെ കിടത്തിയത്. ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കുന്നത് എത്ര മാസം കിടത്തണമെന്ന്. വല്ല ഹാർട്ടെന്നോ പ്രഷറെന്നോ ഒക്കെ പറഞ്ഞ് 1-2 ലക്ഷം രൂപ തട്ടുന്നേ. രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല, ഗ്യാസ് ട്രബിളാ. ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയത്. ഗ്യാസ് ട്രബിളിന് ഹാർട്ട് ഓപ്പറേഷനോ? ആ, എന്താ ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടോ? തനിക്കെന്താ നഷ്ടം? ലോകത്തൊഴുത്തില്ലാത്തൊരു സോക്കേണ്ട പേരും അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ തനിക്ക് കാശ് വേണ്ട വാങ്ങി ഇങ്ങേര്, എനിക്കല്ല പാർട്ടിക്ക്. അപ്പായി, മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അവള് ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ? റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യരിയാക്കാൻ പോകുന്നില്ലേ? അത് അന്നല്ലേ. ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കുക. ആ, അത് പോട്ടെ. ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു. അതുവഴി ഉണ്ട്. കിട്ടിയോ? ആ, പിന്നെ താങ്ക്സ്. ആ സാറ് വന്നല്ലോ. നമസ്കാരം സാർ. ഞാൻ ശബരിയല്ലേ? അതെ. കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വരൂ. താങ്ക് യു. സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഓ, എന്താ വിളിച്ചേ? ആ, മലതി, ശബരി നമ്മുടെ കുട്ടിശങ്കറിന്റെ മോനാണത്രേ. ആഹാ, അച്ഛനെ കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. കവിത എഴുത്തല്ലാതെ മറ്റു വല്ല ജോലിയുണ്ടോ? ഉദ്യോഗങ്ങൾക്കെല്ലാം ഞാൻ മിസ്ഫിറ്റാ. ഇതുവരെ ഒന്നിലും ഉറച്ചു നിന്നില്ല. അച്ഛൻ എന്നെ എപ്പോഴും ചീത്ത പറയും. തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലതിരിഞ്ഞ ഫിലോസഫിയൊക്കെയായിട്ട് നടക്കുന്നതെന്ന്. അത് പിന്നെ ശരിയല്ലേ? IAS സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കയ്യ. ഞാനൊരു എടുത്തുകേട്ടക്കാരനാണെന്നാ എല്ലാരും പറയുന്നത്. ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത, ഐ മീൻ ഒതുക്കം, അത് കാഴ്ചയിലില്ല. യു ആർ ടു യങ്. കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ. ശബരി ചോദിച്ചു നോക്കൂ, ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന രാജശേഖരനെ ഓർമ്മയുണ്ടോന്ന്. എന്താ റപ്പായി? ദേവിമോക്ക് റപ്പായി വലിയ കാര്യമാണ്. ആ, റപ്പായിക്കൊരു അബദ്ധം പറ്റി. അതെ, എഴുതി തരുന്ന പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയാ. ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു. ഞാൻ ചന്തയിൽ പോയി 2 കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടു വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാന്ന്. ഇപ്പൊ കൊച്ചമ്മയും മോളും കൂടി അതും പറഞ്ഞ എന്നെ കളിയാക്കുക. അയ്യോ, ഒന്ന് ശരിക്കും മൗളി ഡാഡി. എത്ര പ്രാവശ്യം ഇങ്ങനെ മിസ് ചെയ്യുന്നു? പ്ലീസ്, എനിക്കിനി വയ്യ മോളെ. അത് പറ്റില്ല. ഡാഡി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ട് ഇനി കപിൽ ദേവ് ആവാൻ പോകല്ലേ? പ്ലീസ് ഡാഡി, കുറച്ചു നേരം കൂടി. വണ്ടർഫുൾ ക്യാച്ച്, സമ്മതിച്ചു. ദിനേഷ് വന്നത് നന്നായി. നേരം വെളുത്തപ്പ തൊട്ട് ഇവളെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുക. എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും. അച്ഛൻ പോട്ടെ മോളെ. ഓക്കെ. പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന നിന്നെ പോലുള്ള കിറുക്കത്തികൾക്കുള്ള കളിയാ. കിറുക്കത്ത് മനസ്സിലായില്ലേ? ഞാൻ ഒരു ഡോക്ടറാ. നഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. ഓ, എനിക്ക് കേൾക്കണ്ട. ഒരു ജനസേവനം. ഡോക്ടർമാരൊക്കെ 24 മണിക്കൂറും രോഗികൾക്ക് കാവലിരിക്കല്ലേ? അത്ര സമയമില്ലാത്ത ആൾക്ക് ആരോപ്പ ആളയച്ചത്? സുനി, ഏയ് സുനി, അപ്പോഴേക്കും പിണങ്ങിയോ? ആ, അത് പോട്ടെ. തന്റെ വക്കീൽ പരീക്ഷയൊക്കെ എന്തായി? കഷ്ടിച്ച് രക്ഷപ്പെട്ടോ? ഞാൻ LLB പാസ്സായത് ഇവിടെ ആർക്കും വലിയ ന്യൂസ് ഒന്നും അല്ലല്ലോ. അപ്പൊ പാസ്സായി? കോപ്പി അടിച്ചൊന്നും അല്ലല്ലോ? ആ, മാർക്ക് തിരുത്തി ഡോക്ടർമാർ ആയവർക്ക് അങ്ങനെയേ തോന്നൂ.
എന്താ സുനിതയുടെ അടുത്ത പ്രോഗ്രാം? ഡാഡി എന്ത് പറയുന്നോ അതുപോലെ. പ്രാക്ടീസ് ചെയ്യട്ടെ, അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നിട്ടെന്താ? അതേതായാലും കൊള്ളാം. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയതാ വക്കീൽ പണി. അതുകൊണ്ട് ഏതായാലും അളവയൊന്നും വരില്ലല്ലോ. വെറുതെ എന്തിനാ ദിനേശ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ആ, പുതിയ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ. എന്താ ഇത്ര ദൂരത്ത് പോയി വാങ്ങാൻ? അങ്ങനെ വേണ്ടി വന്നു. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ്. ദിനേശ്, ഞാൻ ദിനേശിനോട് ചോദിക്കാൻ വിട്ടുപോയി. അച്ഛനെയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറുമില്ല. അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു. ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്താ ഇതിന്റെ സത്യാവസ്ഥ? അച്ഛൻ ആ കേസിൽ നിരപരാധിയാ. ആയിരിക്കാം, പക്ഷെ പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല. പൊളിറ്റിക്സ് അല്ലേ, പുറത്തു കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. മിസ്റ്റർ നാരായണൻ, സദാശിവൻ അഴിമതി നടത്തിയെന്നുള്ളതിന് വ്യക്തമായ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത്? സദാശിവൻ അഴിമതി നടത്തിയെന്നത് പകൽ പോലെ വ്യക്തമാണ്. ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞു വീശുന്ന ജനരോഷം തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ കൂലങ്കഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ അഴിമതി തുറന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ്. അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ. കൂലങ്കഷമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടിവെക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത്. അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കൊണ്ടിൽ ആണ്ടുകിടക്കുന്ന സർവരും കുറ്റവാളികളാണെന്ന് അംഗീകരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ നാരായണൻ, ഇതൊന്നും തെളിവുകളെ ആകുന്നില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ. പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. എന്നാൽ അഴിമതി എന്നല്ല, ഭരണം പോലും നടത്താനാവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ. അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് അവരുടെ ആരോപണം? ആരോ പണം വാങ്ങിയെന്ന്. ഈ ആരോ പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല. ആര് പണം വാങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആരോ പണം വാങ്ങി, അത്ര തന്നെ. മന്ത്രി സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു ആരോപണം, ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്വജനപക്ഷപാതം കാണിക്കാതിരുന്നിട്ടുള്ളത്? ആ വെട്ടുകുഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ടാ അച്ഛൻ ഈ പരുവത്തിലായത്. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛന് രാഷ്ട്രീയം പറ്റിയതല്ലെന്ന്. മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും. അത് നിന്നെയും ബാധിക്കും. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം. ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. തമ്പിയോട് വിളിച്ചു പറഞ്ഞേക്കും. തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചിട്ടാ ആ കല്യാണം കഴിക്കാത്തതെന്ന്. എനിക്കതൊന്നും അറിയണം. എന്താ തന്റെ ഉദ്ദേശം? നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചേരട്ടാ ഈ പ്രാരാബ്ദമൊക്കെ? എന്നെ തന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. എനിക്കാണെങ്കിൽ ഇതൊക്കെ സമയത്തിന് പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല. എനിക്ക് അങ്ങനെയല്ലല്ലോ. അതൊക്കെ അതിന്റെ സമയം വരുമ്പോ ആലോചിക്കാൻ എന്റെ ചേരട്ടാ. നമ്മളൊക്കെ ഇങ്ങനെ ആയത് ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടാണോ? ശരിയാ, ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധിതരായിത്തീരുന്നു. അത്രേ ഉള്ളൂ. ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല. ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായിരിക്കും. അല്ലാതെ ദേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിൽ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് കൂടിയത്. 16-ാം തീയതിയാണ് പ്രോഗ്രാം ടാഗോർ തിയേറ്ററിൽ. ശേഖർജിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. അതേതായാലും നന്നായി.
കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പൊ ഡൽഹിയിലൊന്നും വരാറില്ലേ? വേണ്ടത്ര ദേഹസുഖമില്ല. പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാ. ആകെ കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ. അല്ല, വേറെ ബാധ്യത വല്ലതും? അയ്യോ ഇല്ല. പൊരയ്ക്ക് തൂണും തനിക്ക് താനും. ഐ കോണ്ട് അഡ്മിറ്റ് ഇറ്റ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ആ, സദാശിവനോ, വരൂ. ഇരിക്കൂ. വരുമെന്ന് ദിനേശൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ആകെ അസ്വസ്ഥനാണ് തമ്പി. കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു തമ്പിയെ കണ്ട് ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന്. എന്താ വിശേഷം? മറ്റൊന്നുമല്ല, സുനിതയും ദിനേശനും തമ്മിലുള്ള വിവാഹകാര്യം തന്നെ. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് തമ്പിക്ക് അറിഞ്ഞൂടെ? ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ അവളുടെ അച്ഛനാണ്. എനിക്കും ചില തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. തമ്പി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുറന്നു പറയാം, ദിനേശനും സുനിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമോ? നന്നായിട്ട് ആലോചിച്ചാണോ തമ്പി പറയുന്നത്? ഇനി ആലോചിക്കാനൊന്നുമില്ല. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. വെറുതെ എന്നെയും എന്റെ മകളെയും പത്രവാർത്തകളിലേക്കും കവലപ്രസംഗങ്ങളിലേക്കും വലിച്ചഴിക്കരുത്. കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരന് പോലും ഇത്ര വിദഗ്ധമായി കാലുമാറാനാവില്ല. വരട്ടെ മോളെ. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ആ ബന്ധം നമുക്ക് വേണ്ട മോളെ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും. നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇങ്ങനൊരു പതിവൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും. ഇന്ന് ഇവളുടെ പിറന്നാളാ. ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പോകാമെന്ന് കരുതി. ആ, ശബരിയോട് കാര്യം പറയാൻ മറന്നുപോയി. ഇവളൊരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ആ പുസ്തകത്തിൽ നിന്നൊരു കവിത. അപ്പോ ദേവിയുടെ പ്രോഗ്രാം കാണാൻ ശബരി വരില്ലേ? തീർച്ചയായും. ചേട്ടാ, വളരെ നന്നായിരിക്കുന്നു അല്ലേ? ആ, വളരെ നന്നായിട്ടുണ്ട്. തനിക്കെന്താണ് ഒരു വിഷമം? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പോയി തൊലയട്ടോ മേജറും മോളും. ഈ ലോകത്ത് എത്ര പെമ്പിള്ളേർ കിടക്കുന്നു? താൻ വാ. എന്തേ കാര്യമുണ്ടോ? താനിങ്ങോട്ട് വാ, പറയാം. നമസ്കാരം. നമസ്കാരം. കൺഗ്രാറ്റ്സ്. ദാറ്റ് വാസ് എ ഗുഡ് ഷോ. വളരെ നന്നായിരുന്നു. അടുത്ത കാലത്തെങ്ങും ഇതുപോലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല. നല്ല ശാരീരം. സാർ അടുത്ത കാലത്തൊന്നും ഡാൻസ് കണ്ടിട്ടില്ല അല്ലേ? എന്താണോ? ഒന്നുമില്ല. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനാ മിസ്റ്റർ വെട്ടൂഴി. ഇത് ഡോക്ടർ ദിനേശൻ, BSc MBBS. സ്വന്തമായിട്ട് ആശുപത്രി നടത്തുക. കലകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാ. ഇവനാ പറഞ്ഞത് മോളെ വന്ന് അഭിനന്ദിച്ചിട്ട് പോകാം. അല്ല, ശബരിയോ? വരൂ.
നൃത്തം മനോഹരമായിരുന്നു. ഞാൻ വിചാരിച്ചു ശബരി വരില്ല എന്ന്. ക്ഷമിക്കണം, വരാൻ കുറച്ച് വൈകിപ്പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിയിട്ട് വേണ്ടേ? എപ്പോഴും തലയ്ക്കകത്ത് 100 കൂട്ടം കാര്യങ്ങളാ. ജോലിന്ന് പിരിയാൻ കാലത്തെങ്കിലും ഒന്ന് സ്വസ്ഥാവെന്ന് കരുതിയപ്പോഴാ ഒരു എൻക്വയറി കമ്മീഷൻ. വല്ലാതെ റിസർവ്ഡ് ആയിരിക്കുന്ന ജീവിതം. നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ ആരോടാ ഒന്ന് തുറന്നു പറയാ? എന്നോട് പറഞ്ഞോളൂ മാലതി, ഞാനില്ലേ. ഇവിടെ വന്നാലെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് കരുതി. ഞാനിങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മുഷിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നിന്റെ തോന്നല. നിന്റെ ദുഃഖങ്ങളൊക്കെ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക? സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണയല്ലേ? എന്നാലും നമ്മളെപ്പോലെ ആരും ഉണ്ടാവില്ല. One, two, three, four. അങ്ങനെ ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. എന്റെ നിർമ്മലേ, ഒന്ന് താന്ന് കളിക്കേ. ശിവരാത്രി ദിവസം 4 പേര് കാണേണ്ടല്ലേ? ഒന്ന് താന്നിരുന്നാൽ എന്താ? വലത്തെ കൈ എടുക്ക. അങ്ങനെ തങ്കമണി, എന്തോ അധികാരിയുടെ മോന്റെ കല്യാണല്ലേ? ഞാൻ തീർച്ചയായും വരും. ശബരിയും ഇവനും ഒരേ പ്രായക്കാരാ. നമസ്കാരം. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു. പെണ്ണന്വേഷിച്ച് നടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു. ഇപ്പൊ ലീവ് എത്രയുണ്ട്? 1.5 മാസം കൂടി. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി ദുബായിക്ക് പോവായിരിക്കും. ഇല്ല, അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ, അവരോട് തനിച്ചല്ലേ. അമ്മയ്ക്ക് അച്ചാൽ വാദത്തിന്റെ അസ്കിയത്. ഇത് മാഷ്കുള്ളതാ. എന്താ ഇത്? കുറച്ച് തുണിത്തരങ്ങളാ. മാഷിത് വാങ്ങണം. വാങ്ങിക്കണം. ശബരിയുടെ കല്യാണക്കാരിയൊന്നും ആയില്ലേ? അതൊക്കെ അങ്ങോട്ട് ചോദിക്ക. വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിന് പോവുമോ? ഇല്ല. ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കമണിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൽപുത്രം കേൾക്കുവോ? അതും ഇല്ല. ഓരോന്നിനും ഒരു സമയമില്ലേ? എല്ലാം തലയിലെഴുത്ത് പോലെ നടക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ. ശബരിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം. വരട്ടെ. നമുക്കിനി ഊണ് കഴിക്കുക. എന്താ? അവൻ വരുന്നവരെ കാക്കണ്ടേ? എന്ന് വെച്ചാ നമ്മള് പട്ടിണി കിടക്കുക. ഇന്ന് അവൻ വരാണ്ടിരിക്കില്ല. വരും വരും, വിളമ്പി കാത്തിരുന്നോ. അവൻ വരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പാൻ നോക്ക്. ദശരഥ മഹാരാജാവിന് ആറ്റുനോറ്റ് 4 സന്താനങ്ങൾ ഉണ്ടായി. അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല. അതൊരു ശാപത്തിന്റെ കഥ. ഇന്നത്തെ കാലത്ത് എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ്. വയസ്സുകാലത്ത് മക്കൾ ആരും അടുത്തുണ്ടാവില്ല. തങ്കമണി ഇരുന്നോളൂ. അമ്മ ചോറ് വിളമ്പമ്മേ, വല്ലാതെ വിശക്കുന്നു. അമ്മ ഇരിക്കെ. പോടാടുന്നു ഒരു അടി വെച്ച് തന്നാലുണ്ടല്ലോ. ഇന്നെന്താ വിശേഷം? ഓ, വിശേഷം എന്താണെന്ന് അറിയില്ലല്ലേ? പെറ്റ വയറിനെ ആ വിശേഷം അറിയാവൂ. ഇന്ന് നിന്റെ പിറന്നാളാണെന്നാ കൊരങ്ങ. അമ്മ ഇരിക്കെ. ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട വേണ്ട, മിണ്ടാനോടെ ഇരുന്നാ മതി.
അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്. അമ്മയ്ക്ക് വെച്ച് വിളമ്പി തരാൻ ഒരു പെൺകുട്ടിയുടെ കൊണ്ട് നാക്ക്. അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ. വീടായാലേ ഒരു ഒച്ചയും ബഹളവും ഒക്കെ വേണം. ഇവിടെ അതില്ല. ആ വിഷമം കൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നത്. എന്തോ ഒച്ചയും വേളും ഇല്ല അല്ലേ? അമ്മയുടെ ശിക്ഷണങ്ങൾ അവിടെ കിടന്ന് ചെവിട് പൊട്ടിക്കുന്നുണ്ടല്ലോ, അത് പോരായിരിക്കും. എന്നിട്ട് ഒച്ചയില്ല അന്ന്. ഓ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പല പ്രാന്തുകളും പറയുന്നവനാ നീ. അതിന്റെ കൂടെ കല്യാണമേ വേണ്ടെന്ന് കേൾക്കുമ്പോ കല്യാണമേ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈശ്വരോ രക്ഷതു, അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ ഇപ്പൊ ഒരു സ്വപ്നത്തിന് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുള്ള സ്വപ്നം. നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു. ഭാര്യ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടി. കലപിലാന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന 4 കുട്ടികളും. എത്ര കുട്ടികള്? 4. 5ാമത്തത് വയറ്റിലും ഉണ്ട്. വീട്ടിലാകെ ബഹളം. മുത്തച്ഛ മുത്തച്ഛ എന്നും പറഞ്ഞ് അവറ്റ മേലെ പിടിച്ച് തൂങ്ങുക. 4 ആൺകുട്ടികളാ. കണ്ടോ, സ്വപ്നത്തിലെ കാര്യമായാലും അത് അവർക്ക് അറിയണം. എന്നാ കേട്ടോ, മൂത്തത് 3 ആണ്, 4ാമത്തത് പെണ്ണ്, 5ാമത്തതിന്റെ കാര്യം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ. ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ചെവി കേക്കണ്ടേ? ഓ, എന്തൊരു ബഹളം. അപ്പോ ഉണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ. അവള് നാക്കിട്ടടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി. എന്ത് കരുതി? അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ അവതായിന്ന്. സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ചന്തമുണ്ടോ? അതിരിക്കട്ടെ, അവന്റെ ഭാര്യ എങ്ങനെയാണെന്ന് നീ എന്താ ചോദിക്കാത്ത? അവള് നല്ല സുന്ദരിയാവും. അതേമ്മേ, അവള് സുന്ദരിയാ.